ഒരു കാടിന് നടുവിലുള്ള ശാന്തമായ കുളത്തിനരികിലെ മരക്കൊമ്പിലാണ് മിന്നുപ്രാവിന്റെ കൂട്. തൂവെള്ള നിറവും വെള്ളാരം കല്ലുപോലെ തിളക്കമുള്ള കണ്ണുകളുമാണ് മിന്നുവിനുള്ളത്. പക്ഷേ മറ്റു പ്രാവുകളെ പോലെ ഇപ്പോൾ മിന്നുവിന് പറക്കാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നോ? ഒരു വേടൻ വെച്ച കെണിയിൽ കുടുങ്ങി മിന്നുവിന്റെ ചിറകുകൾക്ക് മുറിവേറ്റിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ആകാശത്ത് പറന്ന് നടക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മിന്നുവിനോട് വിശ്രമിക്കാനാണ് എല്ലാവരും പറഞ്ഞത്. കൂട്ടുകാരെത്തിക്കുന്ന ഭക്ഷണവും കൊത്തി തിന്ന് കൂട്ടിനകത്തിരിക്കുകയായിരുന്നു മിന്നുവിന്റെ പ്രധാന പണി. ആകാശത്ത് പല രൂപത്തിൽ ഒഴുകി നീങ്ങുന്ന വെളുത്ത മേഘങ്ങളെ നോക്കി താൻ ആകാശത്ത് പറന്നു നടക്കുന്നത് സ്വപ്നം കണ്ട് മിന്നു ഇരിക്കും. ഭക്ഷണം തന്ന് കൂട്ടുകാർ പറന്നുപോയാൽ പിന്നെ മിന്നു കൂട്ടിൽ തനിച്ചാണ്. താഴെ മരച്ചുവട്ടിലെ പൊത്തിലെ കുട്ടൻ കട്ടുറുമ്പുമായാണ് പിന്നെ മിന്നുവിന്റെ ചങ്ങാത്തം. എന്നാൽ ആ ചങ്ങാത്തം പ്രാവിൻ കൂട്ടിലെ മറ്റുള്ളവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് ചേരുന്ന ജീവികളുമായി വേണം കൂട്ടുകൂടാൻ. ഒരു കട്ടുറുമ്പിന് നിന്റെ ജീവിതത്തിൽ എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയും? പ്രാവിൻ കൂട്ടത്തിലെ മുതിർന്ന പ്രാവുകൾ പലപ്പോഴും ഇത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചിറകിന് മുറിവേറ്റ് പറക്കാൻ കഴിയാതിരിക്കുന്ന മിന്നുവിന് കുട്ടനുറുമ്പ് എന്നും ഒരു കൂട്ടായിരുന്നു. മിന്നുവിന് വേണ്ടി കുട്ടൻ നല്ല പാട്ടുകൾ പാടുമായിരുന്നു. കുട്ടന്റെ കൂട്ടർ ഭക്ഷണവും മറ്റുമായി നിരനിരയായി പോകുന്നത് നോക്കി മിന്നു അങ്ങനെ കൂട്ടിലിരിക്കും. ഒരു ദിവസം രാവിലെ പ്രാവിൻ കൂട്ടം മിന്നുവിനുള്ള തീറ്റ എത്തിച്ചു നൽകി കൊയ്ത്തു നടക്കുന്ന പാടത്തേക്ക് പറന്നുപോയി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മിന്നു തന്റെ മുറിഞ്ഞിരിക്കുന്ന ചിറകും നോക്കി അങ്ങനെ ഇരുന്നു. താഴെ മരച്ചുവട്ടിൽ കുട്ടൻ ഉറുമ്പും കൂട്ടരും മഴക്കാലത്തിന് മുൻപായി കൂട്ടിൽ ധാന്യമണികൾ ശേഖരിച്ചു വെക്കുന്ന തിരക്കിലായിരുന്നു. ഓരോന്നിങ്ങനെ ആലോചിച്ച് മിന്നു ഒന്ന് മയങ്ങിപ്പോയി. ഈ തക്കത്തിന് കുളത്തിനരികിലെ പൊന്തക്കാട്ടിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടാക്കാതെ, കരിയിലകൾ പോലും അനങ്ങാതെ കാളിയൻ പാമ്പ് മെല്ലെ മരക്കൊമ്പിലെ കൂട്ടിലിരുന്നുറങ്ങുന്ന മിന്നുവിനെ ലക്ഷ്യമാക്കി മരക്കൊമ്പിലേക്ക് ഇഴഞ്ഞു കയറാൻ തുടങ്ങി. മിന്നു ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാ. മരത്തിലേക്ക് കയറുന്ന കാളിയന്റെ വാലറ്റം തട്ടി ഒരു ഉണങ്ങിയ മരക്കൊമ്പ് താഴെ വീണു. ആ ശബ്ദം കേട്ട് കുട്ടനുറുമ്പ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നോ? വിഷപ്പല്ലുകൾ കാട്ടി ചിരിച്ച് കാളിയൻ കൊതിയോടെ മിന്നുവിന്റെ കൂട്ടിലേക്ക് കയറുന്നതാണ്. മിന്നു, മിന്നു! കുട്ടനുറുമ്പ് കാറി വിളിച്ചു. മിന്നു കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്നെ വിഴുങ്ങാനായി വരുന്ന കാളിയനെയാണ്. എന്നെ രക്ഷിക്കണേ, ആരേലും എന്നെ രക്ഷിക്കണേ! മിന്നു കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. പാവം മിന്നുവിനെ കൊത്തി തിന്നാനായി കാളിയൻ പത്തി വിടർത്തി നിന്നു. തന്റെ പ്രിയപ്പെട്ട മിന്നുവിനു വേണ്ടി കുട്ടൻ തന്റെ സർവ്വധൈര്യവും പുറത്തെടുത്തു. തന്റെ ജീവൻ പോലും നോക്കാതെ ആ കുഞ്ഞനുറുമ്പ് വലിയ പാമ്പിന്റെ വാലിൽ ശക്തിയായി കടിച്ചു. വേദന കൊണ്ടും പെട്ടെന്നുള്ള കട്ടുറുമ്പിന്റെ ആക്രമണത്തിലും ഭയന്ന പാമ്പ് ഉറക്കെ ചീറ്റിക്കൊണ്ട് മരക്കൊമ്പിൽ നിന്നും താഴത്തെ പാറയുടെ മുകളിലേക്ക് പൊത്തോമെന്ന ശബ്ദത്തോടെ വീണു. ഉറുമ്പിൻ കൂട്ടം കൂട്ടമായെത്തി കാളിയനെ തലങ്ങും വിലങ്ങും കടിച്ചു. ഉള്ള ജീവനം വെച്ച് കാളിയൻ ചതുപ്പിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു പോയി. ഉറുമ്പുകളുടെയും മിന്നുവിന്റെയും ബഹളം കേട്ട് പ്രാവിൻകൂട്ടം പറന്നെത്തി. തങ്ങൾക്കിഷ്ടമില്ലാതിരുന്ന കുഞ്ഞൻ സുഹൃത്താണ് മിന്നുവിന്റെ ജീവൻ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കി അവർ നന്ദി പറഞ്ഞു. അന്നു മുതൽ മിന്നുപ്രാവും ആ കുഞ്ഞൻ ഉറുമ്പും കൂട്ടുകാരും സന്തോഷത്തോടെ ആ കാട്ടിൽ കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? യഥാർത്ഥ സൗഹൃദം വലുപ്പമോ ശക്തിയോ നോക്കിയല്ല അളക്കുന്നത്. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.